അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പാദവാർഷിക പരീക്ഷയുടെ ലിസാൻ ഖുർആനിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നൂസുലു ബിൽ മുനാസിബി, യോജിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച വരി തിരഞ്ഞെടുത്ത് താഴേക്ക് എഴുതി കൊടുക്കാം. ഒന്ന്, മാ ജാഅത്ത് ഡാഷ്, യോജിച്ചത് മാ ജാഅത്ത് റബീഅത്തു ഇലൽ മദ്രസത്തി, റബീഅ മദ്രസയിലേക്ക് വന്നിട്ടില്ല. ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ജാഅത്ത് എന്ന് പറഞ്ഞത്. മുഅന്നസ് മുഫ്രദാണ്. ജാഅ ജാഅ ജാഉ ജാഅത്ത്. ഇനി 2, സുരിഖ, സുരിഖ മോഷ്ടിക്കപ്പെട്ടു. എന്ത്? സുരിഖ ദഹബു മിനൽ മുജൗഹറത്തി, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു. സുരിഖ എന്നത് മജ്ഹൂലാണ്. ഇനി മൂന്നാമത്തത് ളുരിബ, മജ്ഹൂലാണ്, തുടക്കത്തിൽ ലമ്മാണല്ലോ. ളുരിബ അടിക്കപ്പെട്ടു. അതിന് യോജിച്ചത് ളുരിബ റജുലു ഫിൽ ളുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിൽ പുരുഷനെ അടിക്കപ്പെട്ടു. ളുരിബ റജുലു ഫി ളുൽമത്തിൽ ലൈലി. 4, ഹലറൽ ഉസ്താദു ഡാഷ്, അതിന് യോജിച്ചത് ഹലറൽ ഉസ്താദു ഫിൽ മദ്രസത്തി ഫിസ്സാഅത്തി സാദിസത്തി, 6 മണിക്ക് മദ്രസയിൽ ഹാജരായി. ഇതൊക്കെ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് കാണാതെ പഠിക്കാനുള്ള വാക്കുകളാണ്. അതൊക്കെ അവിടെ നോക്കിയാൽ കാണാം. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചോദിക്കുന്നത്. 5, ജാഅത്തി ത്വാലിബാത്തു ഡാഷ്, ജാഅത്തി ത്വാലിബാത്തു കുല്ലുഹുന്ന ഇല്ലാ റബീഅത്ത, റബിയ ഒഴികെ എല്ലാ വിദ്യാർത്ഥിനികളും വന്നു. ഇനി 6, റഖിബത്തു, റഖിബത്തു അത്വയ്യാറത്ത ഇലാ ദുബൈ, റഖിബത്തു അത്വയ്യാറത്ത ഇലാ ദുബൈ, ദുബൈയിലേക്ക് ഞാൻ വിമാനം കയറി. ഇനി 2ാമത്തെ പ്രവർത്തനം നുറത്തിബു അൽ ഹദീസ, ഹദീസ് തർത്തീബാക്കാനുള്ളതാണ്. 1, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. 2ാമത്തത് ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും വല ഇല അജ്സാമിക്കും. ഇതിൻ്റെ 2 ഹദീസിൻ്റെയും അർത്ഥം ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും വല ഇല അജ്സാമിക്കും. അതുപോലെ പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും എന്നുള്ള പാഠത്തിൽ തന്നെ ഒരു 4 ഹദീസുകൾ പറയുന്നുണ്ട്. ആ 4 ഹദീസിൻ്റെയും അർത്ഥം പഠിച്ചു വെക്കാം. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാം. 1, ലാ നക്തുബു, ഞങ്ങൾ എഴുതുകയില്ല. മ ദഹബതു, ഞാൻ പോയിട്ടില്ല. ല തക്തുബന, നിങ്ങൾ പല സ്ത്രീകൾ എഴുതുകയില്ല. 4, നമുദ്ദു, ഞങ്ങൾ നീട്ടും. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു, അറബിയാക്കാം. 1, ഞാൻ മദ്രസയിലേക്ക് നാളെ വരാം. ഞാൻ മദ്രസയിലേക്ക് നാളെ വരാം എന്ന് അറബിയിൽ എങ്ങനെ പറയും? അന അജീഉ ഇലൽ മദ്രസത്തി ഗദൻ, ഞാൻ മദ്രസയിലേക്ക് നാളെ വരാം. 2, നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. എങ്ങനെ പറയും? മാ ഖറഅതുമാ ദർസൻ, മാ ഖറഅതുമാ ദർസൻ, നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലുൽ ജദ്വല, കോളം പൂർത്തിയാക്കാനാണ്. ഇവിടെ
മാദി മഅറൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുലാരി മഅറൂഫ് ഏതാനാണ്? ഒന്ന് ഖതല, മുലാരി മഅറൂഫ് ഏതാണ്? യഖ്തുലു, ഖതല യഖ്തുലു. രണ്ട് അക്കല, അക്കല യഅ്കുലു, അക്കല യഅ്കുലു. മൂന്ന് ബാഅ, ബാഅ യബീഉ, ബാഅ യബീഉ. നാലാമത്തത് മദ്ദ, അതിൻ്റെ മുലാരി മഅറൂഫ് യമുദ്ദു, മദ്ദ യമുദ്ദു. ഇനി അടുത്ത പ്രവർത്തനം നുവഫിഖു, നമുക്ക് യോജിപ്പിക്കാം. ഇവിടെ വലതുഭാഗത്തത് ഇടതുഭാഗവുമായി യോജിപ്പിച്ചു കൊടുക്കുക. മാ അകൽതുമ ഡാഷ്, മാ യാ ബിൻതാനിൽ ഹൽവയാത്തി. രണ്ട് മാ ഖറഅ, വായിച്ചിട്ടില്ല. മാ ഖറഅ അത്വാലിബു അൽ ജരീദ, വിദ്യാർത്ഥി പത്രം വായിച്ചിട്ടില്ല. മൂന്ന് മാ ലഅബത്, മാ ലഅബത് അനീസത്തു വക്തദ്ദർസി, പഠന സമയം അനീസ കളിച്ചിട്ടില്ല. മാ ലഅബത് അനീസത്തു വക്തദ്ദർസി, പഠന സമയം അനീസ കളിച്ചിട്ടില്ല. നാല് ലാ യദ്ഹബു, ലാ യദ്ഹബു അൽ വാലിദു ഇലൽ മദീനത്തി, പിതാവ് പട്ടണത്തിലേക്ക് പോവുകയില്ല. ആറ് ലഹറത്തി ഷംസു ഫിസ്സമായി, ആകാശത്തിൽ സൂര്യൻ പ്രത്യക്ഷമായി. ലഹറത്തി ഷംസു ഫിസ്സമായി, ആകാശത്തിൽ സൂര്യൻ പ്രത്യക്ഷമായി. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലു ബിൽ മുനാസിമിനിൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാനാണ്. ഒന്ന് മാ ഹലറ ഡാഷ് ഫിസ്സൊഫി, അതിന് യോജിച്ചത് ഏതാണ്? മാ ഹലറ ത്വാലിബു ഫിസ്സൊഫി, കാരണം മാ ഹലറ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മുദക്കർ മുഫ്രദാണ്. മുഅന്നസ് ആവുമ്പോഴാണ് അത്വാലിബത്തു എന്നോ അല്ലെങ്കിൽ അദ്ദാരിസത്തു എന്നോ കൊടുക്കുക. മാ ഹലറ ത്വാലിബു ഫിസ്സൊഫി, ക്ലാസ്സിൽ വിദ്യാർത്ഥി ഹാജരായിട്ടില്ല. രണ്ട് മാ ജാഅത്ത്, കണ്ടില്ലേ ഇവിടെ താ വന്നിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയാണ്. മാ ജാഅത്ത് ഡാഷ് ഇലൽ മദ്രസത്തി, ബ്രാക്കറ്റിൽ ഫാത്തിമത്തു ബാസിമുൻ അൻവറു, ഇതിലാരാണ്? ഫാത്തിമത്തു, കാരണം ജാഅത്ത് എന്നതിൽ താ വന്നിട്ടുണ്ട്, മുഅന്നസിൻ്റെ അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ മാ ജാഅത്ത് ഫാത്തിമത്തു ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് ഫാത്തിമ വന്നിട്ടില്ല. മൂന്ന് ഡാഷ് അത്തുല്ലാബു കലാമൽ ഉസ്താദി, ഇവിടെ എന്താണ് ചേർക്കുക? മാ ഫഹിമ എന്നാണോ, മാ ഫഹിംത എന്നാണോ, മാ ഫഹിമ എന്നാണോ? മാ ഫഹിമ എന്നതാണ്. മാ ഫഹിമ ത്വാലിബു കലാമൽ ഉസ്താദി, വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ സംസാരം മനസ്സിലാക്കിയില്ല. നാല് ഡാഷ് അത്വാലിബാത്തു കുല്ലുഹുന്ന, ത്വാലിബാത്തു ജം ആണ്, കാരണം കുറേ വിദ്യാർത്ഥിനികളാണ്. ഡാഷ് അത്വാലിബാത്തു കുല്ലുഹുന്ന, ഏതാണ് വരിക? ഹലറ എന്നാണോ, ജാഅത്ത് എന്നാണോ, കതബത്ത എന്നാണോ? ജാഅത്ത്, ജാഅത്ത് ത്വാലിബത്തു കുല്ലുഹുന്ന, എല്ലാ വിദ്യാർത്ഥിനികളും ഹാജരായി. ഇനി അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്ന് മതായക്കൂനുൽ ഫിഅലുൽ മുലാരിഉ മംഫിയൻ, മുലാരി മംഫിയാകുന്നത് എപ്പോഴാണ്? ഉത്തരം ഇദാ ദഖല ഹറഫു ലാ, ലാ എന്ന ഹറഫ് പ്രവേശിച്ചാൽ ഫി അവലിൽ ഫിഅലിൽ മുലാരിഇ, മുലാരിൻ്റെ തുടക്കത്തിൽ, മുലാരി ആ ഫീലിൻ്റെ തുടക്കത്തിൽ യക്കൂനു മംഫിയൻ, അപ്പോൾ ആ ഫീൽ എന്താകും? മംഫിയാകും. അപ്പോൾ മുലാരി ആ ഫീലിൻ്റെ തുടക്കത്തിൽ ലാ എന്ന് പ്രവേശിക്കുമ്പോൾ ഇദാ ദഖല
ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരിഇ യകൂനു മൻഫിയൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതേ, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മാദിയായ ഫിഅലിനെ, അതായത് ഇപ്പോൾ ഹളറ അല്ലെങ്കിൽ ദഹബ, കതബ, ഇതിൽ മൻഫിയാക്കാൻ, ഈ ഫിഅലിനെ മൻഫിയാക്കാൻ മാ എന്നത് തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യണ്ട. വായിച്ചിട്ടില്ല അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്നാക്കാൻ ഇപ്പോൾ ഖറഅ വായിച്ചു, വായിച്ചിട്ടില്ല എന്നാനാക്കുക മാ ഖറഅ, തുടക്കത്തിൽ എന്ത് കൊടുത്താൽ മതി? മാ എന്നത്. ഇനി മുളാരി ആയ ഫീലിനെ മൻഫിയാക്കാനാണെങ്കിൽ യഖ്റഉ, യഖ്റഉ എന്നത് മുളാരിയാണ്. ഇതിനെ മൻഫിയാക്കാനാണെങ്കിൽ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ലാ എന്നത് മുമ്പ് ചേർത്ത് കൊടുക്കുക. ലാ യഖ്റഉ, വായിക്കുകയില്ല. അപ്പോൾ ഇതാണ് മാളിയും മുളാരിയും മൻഫിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, മത്താ യകൂനുൽ ഫിഅലുൽ മാളി മൻഫിയുൻ മുസ്ബത്തൻ. മാളി മൻഫിയായ ഫിഅല് എപ്പോഴാണ് മുസ്ബത്താകുന്നത്? ഉത്തരം, ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാളിൽ മൻഫിയി ഹറഫു മാ യകൂനുൽ ഫിഅലു മുസ്ബത്തൻ. മാളി മൻഫിയായ ഫിഅലിൻ്റെ തുടക്കത്തിലുള്ള മാ എന്ന ഹറഫുണ്ടല്ലോ, അത് കളഞ്ഞാൽ എന്താകും? മാളി മുസ്ബത്താകും. മാളി മൻഫിയായ ഫിഅല് മാളി മുസ്ബത്താകും. 3. മത്താ യകൂനുൽ ഫിഅലു മഅറൂഫൻ. എപ്പോഴാണ് ഒരു ഫിഅല് മഅറൂഫാകുന്നത്? ഉത്തരം, ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി കാനൽ ഫിഅലു മഅറൂഫൻ. ഒരു ഫിഅലിൻ്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ ആ ഫിഅല് മഅറൂഫായി. ഇതുപോലെ മജ്ഹൂലും ചോദിക്കും. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. ഇനി അടുത്ത പ്രവർത്തനം, അവസാനത്തെ പ്രവർത്തനമാണ് നുതർജിമു. നമുക്ക് പരിഭാഷപ്പെടുത്താം. 1. ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അതിൻ്റെ അർത്ഥം എഴുതാം. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കും ശരീരങ്ങളിലേക്കും നോക്കുകയില്ല. 2. മാ ഹളർത്ത ഫിൽ മദ്റസത്തി മുൻദു സലാസത്തി അയ്യാമിൻ. 3 ദിവസമായി നീ മദ്രസയിൽ ഹാജരായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പാദവാർഷിക പരീക്ഷയിലെ ലിസാൻ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുകൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.